ചെലവാക്കേണ്ട തീരുമാനിക്കുന്നത് മൊത്തം ആടുണ്ടാകുന്ന പുരുഷന്മാർ. നല്ല ആളുകളെ നല്ല കേന്ദ്രീകരിക്കുകയും അവരോട് നമ്മുടെ വനിതകൾക്ക് മാത്രമായി വനിതാ കമ്മീഷൻ മറ്റും വന്നിട്ടുണ്ട്. ഒരു ജോലി കിട്ടിയാൽ തന്നെ ഒരു രാജ്യസംഘത്തിലുള്ള ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് അഴകാണ് തങ്കപ്പതക്കം. പല സ്ത്രീകൾ ജയിച്ച ചേരിക്ക് പണിയെങ്കിലാവുന്ന കണ്ടം. ഇവൾ സീതയാവാം, കൃഷ്ണയാവാം, ഇവളാണ് ഭാരതശ്രീ. നാം എത്രയേറെ പ്രസംഗിച്ചാലും സ്ത്രീ ഇന്നും ആ അവസ്ഥയിൽ നിന്ന് മോചിതയായിട്ടില്ല. സ്ത്രീ ഇന്ന് ഓരോ രംഗത്തിലും എങ്ങനെയാണ് മുന്നോടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവളുടെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഈ പാനൽ ചർച്ച ചർച്ചയിലെ വിഷയം. ഇതിൽ പങ്കെടുക്കുന്നവർ അമുദാബി, കീർത്തനായൻ, രത്നരാജൻ, ജാസ്മിൻ, സൗമിനി ഇ.കെ, അക്ഷയ സിയൽ, ഭാഗ്യശ്രീ എന്നിവരാണ്. നമ്മുടെ നിയമസഭയില് നാട്ടിൽ തന്നെ നോക്കിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് സ്ത്രീകൾക്ക് കൂടുതൽ 50% സംവരണം എന്ന് പറഞ്ഞാൽ ഒന്നും പരിഹാരമൊന്നും ഇല്ലാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെയാണ് സ്ത്രീകൾക്ക് 50% നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്തായാലും രാജ്യസഭയിലേക്ക് ലോകസഭയിലേക്ക് നോക്കിയാൽ ഒരു 5% പോലും സ്ത്രീകളെ അതിനകത്ത് ഉൾപ്പെടുത്താൻ, ആ ഒരു ലോകസഭയിലും രാജ്യസഭയിലും ഉൾപ്പെടുത്താൻ നമ്മുടെ പുരുഷ ഭരണാധികാരികൾ ഇതുവരെ തയ്യാറായിട്ടില്ല. കുടുംബശ്രീയും മറ്റും സ്ത്രീകൾ വിജയകരമായി നടത്തിക്കൊണ്ടിരുന്ന പദ്ധതികളാണ്. അന്നേരത്തെ അത്തരം പ്രവർത്തനങ്ങളിലൂടെ തന്നെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും ഈ അധികാരം നൽകാൻ വേണ്ടിയിട്ട് മടിക്കുന്നത് വളരെ ഒരു മോശം പ്രവണതയാണ്. സ്ത്രീകളെ ഒരു വിൽപ്പന കച്ചവടത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീ ശരീരങ്ങള് ഇങ്ങനെ ഈ സോപ്പ് മുതൽ സോപ്പ് വരെ ഏത് സാധനങ്ങൾ വിൽക്കാനും സ്ത്രീ ശരീരത്തിന് ഒരു കഴിവായിട്ട് ഈ മാധ്യമങ്ങൾ ഉപയോഗിക്കും. ശരിക്കും അവിടെ എല്ലാവരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങളെല്ലാം സ്ത്രീയുടെ കഴിവ് ഉയർത്തിക്കാട്ടുക എന്നാണ്. പക്ഷെ അതിന്റെ ഇടയിലും സ്ത്രീയുടെ ശരീര സൗന്ദര്യം അവിടെ ചൂഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ എന്ന് പറയുന്നത് വെറും നായകന്റെ പിറകെ പാട്ടുപാടി നടക്കാൻ ഉപയോഗിക്കുന്ന വെറും ഒരു കളിപ്പാവെ പോലെയാണ് നായികയെ കാണുന്നത്. നായികയ്ക്ക് ഒരു പ്രാധാന്യം നമ്മുടെ സിനിമയിൽ നിന്ന് കൊടുക്കുന്നില്ല. ഭർത്താവിന്റെ മക്കളുടെ ആട്ടുമുപ്പ് സഹിച്ചു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ ആ കുടുംബം ഫേസ് ചെയ്തുകൊണ്ട് കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ജാസ്മിൻ അതിനെ കുറിച്ച് പറയുന്നതായിരുന്നു. ഇപ്പോ കുടുംബത്തിലെ ഒരു സ്ത്രീ കളക്ടർ ആയാൽ പോലും പിന്നെ പൊതുവെ വീട്ടിലെത്തിയാൽ ഭർത്താവിന്റെ ഒരു അടിമയാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ളത്. അത് ഏതൊരു ജോലിക്ക് ഏറ്റവും വലിയ മന്ത്രി ആയാൽ പോലും വീട്ടിലെത്തിയാൽ ആ സ്ത്രീക്ക് പിന്നെ പുരുഷന്റെ ഭർത്താവിന്റെ മുമ്പിൽ അടിമയെ പോലെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് മക്കളെ നോക്കും. അതുപോലെ കഷ്ടപ്പെടുന്ന ഒരു ഭാര്യയായിട്ടുള്ള ഒരു പദവി നിർവഹിക്കണം എന്നുള്ള ഒരു കടമ കൂടി സ്ത്രീക്കുണ്ട്. പൊതുവെ പിന്നെ വീട്ടിലെ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലായാലും സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. ഇന്ന് ജാസ്മിൻ പറഞ്ഞാല് നമ്മുടെ സമൂഹത്തിൽ കുറെ ഉയർന്ന സ്ഥാനങ്ങളിൽ സ്ത്രീകളുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഭർത്താവിന്റെ ഒരു ഈഗോ ആണ് പിന്നെ എന്നെക്കാളും ഓള് വലുതാവോ, ഓളെ ആ സ്ഥാനം കൊണ്ട് ഓള് വലുതാവോ എന്നുള്ള ആ ചിന്ത അത് സ്ത്രീയെ പിന്നെയാണ്. ഇപ്പൊ സ്ത്രീയാണ് ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നെങ്കിലും അത് ചെലവാക്കേണ്ട തീരുമാനിക്കുന്നത് മൊത്തം ആടുണ്ടാകുന്ന പുരുഷന്മാരാണ്. പുരുഷന്മാർക്ക് ഏത് സമയം അതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും. പക്ഷെ സ്ത്രീകൾക്ക് കുടുംബത്തിനെ കുറിച്ചുള്ള അത് മാത്രമല്ല കൂടുതൽ വ്യത്യസ്തമായ ജോലിയുടെ തലങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. ഈ തൊഴിലിടം എന്ന് പറഞ്ഞാല് നീതിപൂർവ്വം സമത്വമായിരിക്കണം. അതായത് പുരുഷന്മാർക്കും സ്ത്രീക്കും തൊഴിലിടങ്ങളിൽ ഒരേ സ്ഥാനമായിരിക്കണം. പക്ഷെ ഇതെന്ന് വെച്ചാല് ഈ പുരുഷനും സ്ത്രീയും ചെയ്യുന്നത് ഒരേ തൊഴിലായിരിക്കും. പക്ഷെ വേതനത്തിന്റെ കാര്യത്തിൽ പുരുഷനായിരിക്കും സ്ത്രീയെക്കാളും വേതനം കൂടുതൽ. പക്ഷെ അവര് രണ്ടുപേരും ചെയ്യുന്ന തൊഴിലിന്റെ അളവ് ഒന്നാണെങ്കിലും അവർക്ക് ലഭിക്കുന്ന വേതനം പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ. അവള് ഒരു നൈറ്റ് ഡ്യൂട്ടിക്കാൻ പറ്റാൻ നിയോഗിക്കപ്പെട്ടത് എങ്ങനെയാണ് ധൈര്യപൂർവ്വം ആ ജോലി ഏറ്റെടുക്കാം? ഒരു സുരക്ഷിതത്വം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മളിന്ന് കഴിഞ്ഞു വരുന്നത്. ഒരുപോലെ എന്നാൽ സ്കൂളുകളിൽ പോലും ഈ വിദ്യ പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ ഈ പെൺകുട്ടികളെ പറ്റും
ഇത്തരം ഈ അക്രമങ്ങൾക്ക് മറ്റും ഇരയാക്കുകയാണ്. ഈ സമയത്ത് ഈ സ്ത്രീകൾക്ക് സ്വന്തം വിദ്യാഭ്യാസം നേടി ഒരു ജോലി നേടണമെന്നുള്ള മോഹം പോലും നിഷ്ഫലമായി പോകുന്നൊരവസ്ഥ. അവർക്ക് ഒരു ജോലി കിട്ടിയാൽ തന്നെ ഒരു രാത്രി സമയത്തുള്ള ഒരു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് രാത്രി ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യമല്ല നമ്മുടെ ഈ സമൂഹത്തിലുള്ളത്. ഈ എത്രത്തോളം പകൽ സമയങ്ങളിൽ സ്ത്രീ ഈ സമൂഹത്തിൽ എത്രത്തോളം ശക്തമായി പ്രതികരിക്കുന്നവളായാലും രാത്രിയിൽ അവർക്ക് ഈ നമ്മുടെ സമൂഹത്തെ വായിക്കേണ്ടി വരും. സ്ത്രീകൾക്ക് പൊതുവെ ഈ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇങ്ങനെ ഒരു ഇടവേളയിൽ തന്നെ അവർക്ക് ബാത്റൂമിൽ പോകാൻ സൗകര്യമില്ല. അവർക്ക് പുരുഷന്മാരിൽ തന്നെ ഈ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മറയിലെങ്കിൽ പോയി അവർക്ക് ഉപയോഗിക്കാനൊക്കെ വിചാരിക്കും. സ്ത്രീകളാകുമ്പോൾ അവരങ്ങനെ പൊതുസ്ഥലങ്ങളിൽ അവർക്ക് പറ്റുന്നില്ല. അപ്പൊ അതവര് ഒരു രാവിലെ വീട്ടിൽ വരികയാണെങ്കിൽ പിന്നെ തിരിച്ചെത്തുന്ന പിന്നെ രാത്രിയായിരിക്കും. സ്ത്രീകൾ എപ്പോഴും വീട്ടു ജോലിയൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾ തന്നെ ചെയ്യണം. ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ചെയ്യാനൊന്നും പറ്റില്ല, ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ രാവിലെ വന്ന് ഇരുന്നോളാം, വെട്ടുപോക്കി കിട്ടിക്കോളാം, പത്രം നോക്കി എടുത്ത് വായിച്ചോളാം. ഇതാണ് പുരുഷന്മാരുടെ ഒരു സ്വഭാവം. പൊതുവെ സ്ത്രീകള് പണ്ട് അധികം നാടകങ്ങളായിരുന്നു നടന്നിരുന്നത്. അപ്പോൾ ഈ നാടകങ്ങളിൽ അധികം സ്ത്രീകളുടെ സ്വാധീനം ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ ഈ കുടുംബങ്ങളൊന്നും സപ്പോർട്ട് അത്ര അവരുടെ ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. അപ്പോൾ രാത്രികാലങ്ങളിൽ കൂടുതൽ നാടകങ്ങളിലും കൂടുതൽ രാത്രികാലങ്ങളിൽ നടക്കുന്നതുകൊണ്ട് അവർക്ക് അതിനകത്ത് പങ്കെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടലുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്തിലേക്ക് എത്തുമ്പോൾ അവര് അതുകൊണ്ടാണ് ഈ പണ്ട് കാലങ്ങളിൽ പൂരക്കളിയുടെ സ്ത്രീകളെയാണ് കളിച്ചിരുന്നത്. പക്ഷെ അത് ഇന്ന് പുരുഷനാണ് അതിനു വേണ്ടി ആധിപത്യം സ്ഥാപിച്ചു തരുന്നത്. സ്ത്രീകൾ അത് മാത്രമല്ല, വിവാഹത്തിന് മുമ്പ് ഒരു പെൺകുട്ടിയാണ് വിവാഹത്തിന് മുമ്പ് എന്ന് വെച്ചാൽ അപ്പൊ അവർക്ക് ഒരുപാട് കഴിവുകളുണ്ടാവും. എന്നാൽ വിവാഹത്തിന് ശേഷം തന്നാലും ആ കഴിവ് അവർക്ക് തെളിയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. അതായത് ഭർത്താവ് പറയുന്നതിനനുസരിച്ച് വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾ ചെയ്തു എന്നൊരു വിശ്വാസമാണ് നമ്മുടെ സമൂഹത്തിന്. ഒരു വിവാഹത്തോടെ ആ എല്ലാ സ്വപ്നങ്ങൾക്കും ഒരു വരമ്പ് വീഴുകയാണ്. ഒരു പുരുഷന്റെ അടിമയായി തന്നെ അത് ചെറുപ്പത്തിലാണെങ്കിൽ പിന്നെ അച്ഛന്റെ കീഴിലും പിന്നെ കുറച്ചുകൂടി വളർന്നു കഴിഞ്ഞാൽ ഭർത്താവിന്റെ കീഴിലും പിന്നെ വാർദ്ധക്യത്തിലെത്തിയാൽ അത് പുത്രന്റെ കീഴിലും അവർക്ക് ഒരു സ്ത്രീക്ക് എപ്പോഴും തണലായിട്ട് ഒരു പുരുഷൻ വേണമെന്നുള്ള നിലയിലാണ് ഈ നിലപാടിലേക്കാണ് നമ്മുടെ സ്മൃതിയിലെ വാചകങ്ങൾ എത്തിക്കുന്നത്. അവർക്ക് സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുന്നില്ല. പുരുഷന്മാർക്ക് ഏത് രീതിയിലുള്ള വസ്ത്രവും ധരിക്കാം. ഇപ്പൊ നമ്മുടെ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറുണ്ട് കൂടുതൽ ആൺകുട്ടികൾ ധരിക്കുന്ന പാന്റ് തന്നെയായിരിക്കാം. പക്ഷെ എന്നാലും അവര് ശരിയായ പാന്റ് ഇടേണ്ടത് അവിടെയാണ്, അവിടെ നിന്നല്ല ഇടുന്നത്. അതിൽ ചിലവരെല്ലാം പോയി കാലിന്റെ മുട്ട് താഴ്ത്തിയൊക്കെയാണ് പാന്റ് ഇടുന്നത്. അതുപോലെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നത് തന്നെ ഒരു സ്ത്രീധനത്തിന് മാത്രം തുടങ്ങിയാണ്. അത് നമ്മൾ ഇപ്പൊ സ്ത്രീകളുടെ കുറച്ച് പണം മാത്രം ആദ്യം കൊടുക്കും, അപ്പൊ അവര് തൃപ്തിപ്പെടും. പക്ഷെ അത് കഴിഞ്ഞ് ആ പണം പുരുഷന്മാരിൽ നിന്ന് കഴിയുന്ന സമയത്ത് അഥവാ സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് പണം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവര് സ്ത്രീകളെ വേണ്ട വിധത്തിലുള്ള ചൂഷണം ചെയ്ത് കഴിഞ്ഞായിരിക്കും പിന്നെ അവര് വീട്ടിൽ കൊണ്ട് കൊടുക്കും. അപ്പൊ പുരുഷന്റെ വിചാരം പറഞ്ഞാൽ സ്ത്രീ വെറും ഒരു കളിപ്പാവയാണ്. നമുക്ക് പണം ആവശ്യമുണ്ടെങ്കിൽ സമയത്ത് പോയിട്ട് കിട്ടുക, എന്നിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് ഓണം കൊണ്ടുപോയി അവിടെ ഒഴിവാക്കുക. അങ്ങനെയല്ല, അതുപോലെയുള്ള നമ്മുടെ തെറ്റായ മനോഭാവങ്ങൾ എന്തായാലും മാറ്റണം. സ്ത്രീക്ക് അവരുടെ കഴിവ് തെളിയിക്കാനും സ്ത്രീയെ തുല്യ പരിഗണന നൽകിക്കൊണ്ട് ജീവിപ്പിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് കൈകാര്യം. എല്ലാ